എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാംകൃതി സമവാക്യങ്ങൾ എന്ന അധ്യായത്തിന്റെ 5ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആദ്യമേ തന്നെ വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് ചെയ്തു തുടങ്ങാം. നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്: ദ പ്രൊഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് 2 മോർ ദാൻ ദാറ്റ് ഈസ് 168. വാട്ട് ആർ ദ നമ്പേഴ്സ്? ചോദ്യം സിമ്പിൾ ആണ്. എന്താണ്? ദ പ്രൊഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് 2 മോർ ദാൻ ദ നമ്പർ ഈസ് 168. ഒരു സംഖ്യയുടെയും അതിനേക്കാൾ 2 കൂടുതലായ മറ്റൊരു സംഖ്യയുടെയും ഗുണനഫലം 168 ആയാൽ സംഖ്യകളാവും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാമല്ലോ ഇക്വേഷൻ: എ നമ്പർ ആൻഡ് 2 മോർ ദാൻ ദാറ്റ് നമ്പർ, ദർ പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് 168. അപ്പൊ നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമ്പേഴ്സ് ആർ ഏതൊക്കെയാ പറഞ്ഞോളൂ. എ നമ്പർ ആൻഡ് 2 മോർ ദാൻ ദാറ്റ് നമ്പർ, എക്സ് ആൻഡ് എക്സ് പ്ലസ് 2. The product of a number and 2 more than that. The product of these two numbers, x and x plus 2 are the numbers. A number and 2 more than that number is equal to 160. കണ്ടോ, നിങ്ങൾക്ക് പറയാൻ സാധിച്ചു. x into x, x square plus x into 2, 2x is equal to 160. ഇത് നമ്മൾ 3rd ക്ലാസ്സിൽ പഠിച്ച രീതിയിലുള്ള ഒരു പ്രോബ്ലം ആയിട്ട് തോന്നുന്നുണ്ട് അല്ലെ. എക്സ് സ്ക്വയർ പ്ലസ് 2x is equal to 168. എക്സ് സ്ക്വയർ പ്ലസ് 2x is equal to 168 എന്ന് എഴുതിയാൽ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി എഴുതാം, റൈറ്റ് സൈഡിനെയും പെർഫെക്റ്റ് സ്ക്വയർ ആക്കി എഴുതാം. എപ്പോൾ, എങ്ങനെ ഇത് നമ്മൾ പഠിച്ചാണ്, അതാണ് പറഞ്ഞത്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 2xന്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ ഇതൊരു കംപ്ലീറ്റ് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് മാറും? എത്രയാണ്? എക്സിന്റെ കോഎഫിഷ്യന്റ് 2, 2 and a half 1, 1 into square 1. 1 ഇവിടെ ആഡ് ചെയ്താൽ ഇവിടെയും 1 ആഡ് ചെയ്യണം. കണ്ടോ, എപ്പോഴായിരുന്നു എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം എന്നൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ എല്ലാവരും ചെക്ക് ചെയ്തു കഴിഞ്ഞു അല്ലെ. ഇപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 169 എന്നായി അല്ലെ. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. അതും ഡൗട്ട് ഇല്ലാത്ത കാര്യമാണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് 2ab, 2 into x into 1 2x പ്ലസ് ബി സ്ക്വയർ 1 സ്ക്വയർ 1. കണ്ടോ, എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ് മുകളിൽ കാണുന്നത്. ഇവിടെയോ 168 പ്ലസ് 1 169 ആയി. അത് ഇത്രയുടെ സ്ക്വയർ ആണ്. 169 ഈസ് സ്ക്വയർ ഓഫ് 13, 13ന്റെ സ്ക്വയർ ആണ്. അപ്പൊ പ്ലസ് ഓർ മൈനസ് 13ന്റെ സ്ക്വയർ എന്ന് എഴുതാം. കണ്ടോ, അപ്പൊ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 13 ഹോൾ സ്ക്വയർ, ടേക്കിംഗ് സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ്. നമ്മൾ കട്ട് ചെയ്ത് പോവുകയല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. സ്ക്വയർ റൂട്ട് എടുക്കാൻ, ടേക്കിംഗ് സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ്, എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 13. എക്സ് പ്ലസ് 1 എന്നത് 13 പ്ലസ് ഓർ മൈനസ് 13 എന്ന് എഴുതാം. ഇനി അതെടുത്തുകൊണ്ട് നമ്മൾ ബാക്കി ആൻസർ ചെയ്യുകയാണ്. എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 13, ദാറ്റ് ഈസ് എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 13 ഓർ എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു മൈനസ് 13. അറിയാവുന്ന 3rd ക്ലാസ്സിലെ കാര്യങ്ങളാണ്. എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ പോസിറ്റീവ് ഓർ എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ നെഗറ്റീവ്. 2 വാല്യൂസും നമ്മൾ എടുത്ത് ചെയ്യണം, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. എക്സ് പ്ലസ് 1 13 ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 13 മൈനസ് 1 എത്ര? 12 എന്ന് കിട്ടി. എക്സ് 12. എക്സ് പ്ലസ് 1 മൈനസ് 13 ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 13 മൈനസ് 1 എത്ര? മൈനസ് 14 എന്ന് കിട്ടി. കണ്ടോ, 2 വാല്യൂസ് എക്സിന് കിട്ടി. എക്സിന് 2 വാല്യൂസ് കിട്ടിയാൽ അവിടെ നിർത്തിപ്പോരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മ വേണം. കണ്ടോ, അവിടെ നിർത്തിപ്പോരുത്. നമുക്ക് കിട്ടിയത് എക്സ് വാല്യൂസ് ആണ്, കാണേണ്ടത് ഫൈൻഡ് ദ നമ്പേഴ്സ് എന്നാണ്. Therefore, നമ്പേഴ്സ് ആർ ഏതൊക്കെയാണെന്ന് പറയാലോ. എക്സും എക്സ് പ്ലസ് 2, 12ഉം 12 പ്ലസ് 2, 12ഉം 14ഉം ഇതാണ് നമ്പേഴ്സ്. അല്ലെങ്കിൽ ഓർ ഇവിടെ നമ്പേഴ്സ് ആർ ഏതൊക്കെയാണ്? എക്സും എക്സ് പ്ലസ് 2ഉം, എക്സ് ആൻഡ് എക്സ് പ്ലസ് 2 ആണ് നമ്മുടെ നമ്പേഴ്സ്. -14 ആൻഡ് -14 പ്ലസ് 2 ഏതാണ്? -14 ആൻഡ് -14 പ്ലസ് 2 ഈസ് -12. ഇതാണ് അടുത്ത സെറ്റ്. അപ്പോൾ നമുക്ക് 2 സെറ്റ് നമ്പേഴ്സ്, 2 സെറ്റ് ആൻസേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ദ പ്രൊഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് 2 മോർ ദാൻ ദാറ്റ് നമ്പർ, അതായത് 12 ആൻഡ് 14. പ്രൊഡക്റ്റ് ഓഫ് ദീസ് 2 നമ്പേഴ്സ് ഈസ് 168. അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് -14 ആൻഡ് -12 ഈസ് നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് 168. ഓക്കെ അല്ലേ? നമുക്ക് 2ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇത്രയേ ഉള്ളൂ. ഫൈൻഡ് 2 നമ്പേഴ്സ് വിത്ത് സം 4 ആൻഡ് പ്രൊഡക്റ്റ് 2. ഇത്രയുള്ള ചോദ്യം. എന്താണ്? 2 സംഖ്യകളുടെ സം 4 ആയിരിക്കണം ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ദീസ് 2 നമ്പേഴ്സ് ഈസ് 2. ഫൈൻഡ് ദ നമ്പേഴ്സ് ആണ് ചോദ്യം. അപ്പൊ 2 നമ്പേഴ്സിന്റെ സം 4 എന്ന് പറഞ്ഞതുകൊണ്ട് ലെറ്റ് ദ നമ്പേഴ്സ് ബി ഏതൊക്കെയാണെന്ന് പറയാവോ? ഏതൊക്കെയാണെന്ന് പറഞ്ഞു നോക്കിയേ. ലെറ്റ് ദ നമ്പേഴ്സ് ബി പറയാവോ? സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 4. സോ നമ്പേഴ്സ് ഒന്നിനെ എക്സ് എന്ന് വിളിക്കാം, മറ്റേ നമ്പർ ഏതാ?
Sum of the numbers is 4. One is x. Then the next number is, yes, 4 minus x. These are the numbers. കണ്ടോ? അപ്പോൾ രണ്ട് നമ്പേഴ്സിന്റെ സം 4 ആയതുകൊണ്ട് ഒരു നമ്പറിനെ x എന്ന് വിളിച്ചാൽ മറ്റേ നമ്പർ 4 മൈനസ് x എന്ന് പറഞ്ഞു. ഇനി പ്രൊഡക്റ്റ് ഓഫ് ദീസ് ടു നമ്പേഴ്സ് ഈസ് 2. അതായത് x into 4 minus x is equal to 2. Product of these numbers x and 4 minus x. അവയുടെ പ്രൊഡക്റ്റ് x into 4 minus x, that is 2 എന്ന് പറഞ്ഞിരിക്കുന്നു. Then find the number. x കാണണം എന്നർത്ഥം. ഇനി നമുക്ക് നോക്കാം, x കാണാം. x into 4 4x minus x into x minus x square is equal to 2. കണ്ടോ? ആണല്ലോ. 4 into x 4x, x into x x square is equal to 2. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ഇതിനെ മാറ്റാം. സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ ആദ്യം എക്സ് സ്ക്വയർ വരണം, പിന്നെ എക്സ് വരണം, ആ രീതിയിലാക്കണം. അപ്പൊ മൈനസ് എക്സ് സ്ക്വയർ ആദ്യം എഴുതണം, മൈനസ് എക്സ് സ്ക്വയർ, പിന്നെ 4x എഴുതി, 4x മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 4x ഈക്വൽസ് 2 എന്ന് എഴുതി. കണ്ടോ? എന്താ ചെയ്ത്? മൈനസ് എക്സ് സ്ക്വയർ ഇപ്പുറവും 4x അപ്പുറവുമാക്കി എഴുതി. 4x മൈനസ് എക്സ് സ്ക്വയറിനെ നെഗറ്റീവ് എക്സ് സ്ക്വയർ പ്ലസ് 4x എന്ന് എഴുതി. ഇനി ഇതില് നമ്മൾ സാധാരണ സോൾവ് ചെയ്യുമ്പോൾ ലഘൂകരിക്കാൻ വേണ്ടി, സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് പോസിറ്റീവ് 1 ആവുന്നതാണ് നല്ലത്, എളുപ്പം. അതുകൊണ്ട് ഇതിനെ നെഗറ്റീവ് 1 മാറ്റി പോസിറ്റീവ് 1 ആക്കണം. വെറുതെ ഇതിന്റെ നെഗറ്റീവ് 1 മാറ്റി പോസിറ്റീവ് 1 എന്ന് എഴുതിയാൽ പോരെ, എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ഓൾ ദ ടേംസ് ബൈ നെഗറ്റീവ് 1. എല്ലാത്തിനെയും നെഗറ്റീവ് 1 കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. അപ്പൊ നെഗറ്റീവ് 1 പോസിറ്റീവ് 1 ആവും, പ്ലസ് 4 മൈനസ് 4 ആവും, 2 നെഗറ്റീവ് 2 ആവും. കണ്ടോ? എല്ലാത്തിന്റെയും സൈൻ ഓപ്പോസിറ്റീവ്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എക്സ് സ്ക്വയർ മൈനസ് 4x ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 2 എന്നുള്ളതിനെ നമ്മൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി എഴുതുകയാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ എഴുതണമെങ്കിൽ ഈ എക്സ് സ്ക്വയർ മൈനസ് 4xന്റെ കൂടെ എത്രയായിരിക്കണം ആഡ് ചെയ്യേണ്ടത്? എത്രയായിരിക്കണം? 4ന്റെ ഹാഫ് 2, 2ന്റെ സ്ക്വയർ 4 ഇവിടെയും ഇവിടെയും ആഡ് ചെയ്യും. കണ്ടോ? 4 ഈക്വാലിറ്റിയുടെ ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്തു, സെയിം നമ്പർ റൈറ്റ് സൈഡിൽ ആഡ് ചെയ്തു. അപ്പോൾ ഇത് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എന്ത് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം? ഇവിടെ എക്സ് ഉണ്ട്, മൈനസ് ആയതുകൊണ്ട് മൈനസ്, 4 എന്നത് 2ന്റെ സ്ക്വയർ ആണ് കേട്ടോ, അല്ലെ? നമ്മൾ ആഡ് ചെയ്ത് എത്രയാ ആഡ് ചെയ്ത്? 4 എങ്ങനെ കിട്ടിയെന്നാ പറഞ്ഞത്? 4 എക്സിന്റെ കോഎഫിഷ്യന്റ് 4, അതിന്റെ ഹാഫ് ഇതിന്റെ കൂടെയുള്ള നമ്പർ എക്സിന്റെ കോഎഫിഷ്യന്റ് 4, അതിന്റെ പകുതി 2, ആ 2ന്റെ സ്ക്വയർ ആണ് ഈ 4 എഴുതിയിരിക്കുന്നത്. ഉണ്ടോ? അത് തന്നെയാണ് അപ്പുറം ആഡ് ചെയ്തത്. ആ 2 എന്നുള്ളതാണ് നമ്മൾ ഇവിടെ എഴുതിയത്. -2 + 4 2 ആണ്. -2 + 4 2 ആണ്. ഇനി നമുക്ക് ആ 2 എന്നുള്ളതിന് നമ്മൾ ഇത്രയും നേരം ചെയ്ത് എങ്ങനെയാണ്? റൈറ്റ് സൈഡിലുള്ള ആ നമ്പറിനെ, ഈക്വാലിറ്റിയുടെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന നമ്പറിനെ നമ്മൾ എന്താ സ്ക്വയർ ആക്കി എഴുതാം. അതുപോലെ ഇത് എഴുതുമ്പോൾ എന്താവും? x-2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 എന്നത് എത്രയുടെ സ്ക്വയറാ? അവിടെ സംശയം വരരുത്. 2 എന്നതൊരു ദാറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ. അതുകൊണ്ട് 2നെ നമ്മൾ √2ന്റെ സ്ക്വയർ എന്ന് എഴുതാം. കണ്ടോ? 2നെ നമ്മൾ 4 എന്നായിരുന്നെങ്കിൽ 2 സ്ക്വയർ എന്ന് എഴുതാം, 16 എന്നാണെങ്കിൽ 4 സ്ക്വയർ എന്ന് എഴുതാം. പക്ഷേ 2 എന്നായതുകൊണ്ട് നമ്മൾ അതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് എഴുതാൻ സാധിക്കാത്തതുകൊണ്ട് √2ന്റെ സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് ഓർ മൈനസ് √2 ഹോൾ സ്ക്വയർ. ഇപ്പൊ രണ്ടായിട്ട് എഴുതാമല്ലോ. √2 എന്നുള്ളതിന് പ്ലസും മൈനസും ഇട്ട് 2 ആക്കി എഴുതാം. ഏതൊക്കെയാണ്? x-2 ഈസ് ഈക്വൽ ടു പോസിറ്റീവ് √2, x-2 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് √2. കണ്ടോ? x-2 ഈസ് ഈക്വൽ ടു പ്ലസ് √2 അല്ലെങ്കിൽ x-2 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് √2. പോസിറ്റീവ് 2 ആയി കിട്ടി. x ഈസ് ഈക്വൽ ടു √2 + 2. കണ്ടോ? -2 അപ്പുറത്തേക്ക് പോയപ്പോൾ +2 ആയി. ഇവിടെയോ x ഈസ് ഈക്വൽ ടു -√2 + 2. ഇവിടെ -√2 അടുത്തേക്ക് +2. അപ്പോൾ 2 നമ്പേഴ്സ് കിട്ടി. ഏതൊക്കെ? x √2 + 2 ആകാം, x -√2 + 2 ആകാം. അപ്പോൾ ഫൈൻഡ് 2 നമ്പേഴ്സ് വിത്ത് സം 4 ആൻഡ് പ്രൊഡക്റ്റ് 2. 2 നമ്പേഴ്സിന്റെ സം 4ഉം പ്രൊഡക്റ്റ് 2ഉം ആയിട്ടുള്ള 2 നമ്പേഴ്സ്. ഇതാണ് നമ്പേഴ്സ്. സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കൊന്ന് സംശയം തീർക്കാൻ വേണ്ടി മാത്രം √2 + 2ഉം √2 -√2 + 2ഉം സം എത്രയാണ്? സം 2 + 2 4 ആണ്. ശരിയല്ലേ? പ്രൊഡക്റ്റ് കാണുന്നത് എങ്ങനെയാ? രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 + √2ഉം ഇത് 2 + √2ഉം 2 - √2ഉം 2 - √2ഉം ഇത് നെഗറ്റീവ് √2 + 2 എന്ന് പറഞ്ഞാൽ 2 - √2. ഇത് രണ്ടും കൂടി ഇൻഡു ചെയ്യുമ്പോൾ a + b × a - b അല്ലേ? a + b × a - b എന്താണ്? a² - b². a + b × a - b a² - b². 2² 4 അല്ലേ? -√2² 2 അല്ലേ? 4 - 2 2 കിട്ടി. പ്രൊഡക്റ്റ് കിട്ടും. കണ്ടോ? ഇങ്ങനെ ചെയ്ത് നോക്കിയൊന്നും വേണ്ട കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ മാത്രം ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ആൻസറും കിട്ടിയല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഈ ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ
ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് ആദ്യം കിട്ടുന്നില്ല, അതിനെ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കേണ്ടി വരുന്നു എന്ന് മാത്രം. ചോദ്യം നോക്കുക. ഹൗ മെനി ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 99, 97, 95 etc. must be added to get 900? ചോദ്യം 99, 97, 95 etc. എന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ എത്ര പദങ്ങൾ കൂട്ടിയാൽ 900 കിട്ടും? സം ഓഫ് ഹൗ മെനി ടേംസ് ഈസ് 900? ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ് എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ എന്തൊക്കെയുണ്ട്? നമ്മൾ അന്ന് ചെയ്ത പോലെ തന്നെ ഇവിടെ എഴുതാം. ഫസ്റ്റ് ടേം ഈസ് 99, കോമൺ ഡിഫറൻസ് ഈസ് 97 മൈനസ് 99 ഈസ് ഈക്വൽ ടു -2. കോമൺ ഡിഫറൻസ് 2 എന്ന് തെറ്റിദ്ധരിച്ചെഴുതരുത്. ചെറുതിൽ നിന്ന് വലുതിലേക്കല്ല, വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആണ്. ദെൻ സം ഓഫ് n ടേംസ് ഈസ് ഗിവൺ ദ 900. ഇത്രയും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അന്ന് ചെയ്ത പോലെ തന്നെ സം കാണുന്നുള്ള ഫോർമുല ഉപയോഗിക്കാം. സം കാണുന്നുള്ള ഫോർമുല എന്താ? n/2 into 2a plus n-1 into d is equal to sum. നമുക്ക് find the value of n എന്നാണ് അർത്ഥം. How many terms are there? So that the sum of the terms is 900 എന്നാണ് ചോദ്യം. n കാണണം. n/2 into 2a, 2 into 99 plus n-1 into d is -2 is equal to 900. ഓക്കെ ആണല്ലോ. ഇനി ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അന്ന് ചെയ്തതുപോലെ 2 അങ്ങോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. n into 2 into 99 എത്രയാണ്? 198 പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2n ഉം നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പ്ലസ് 2 ആവും ഈസ് ഈക്വൽ ടു 900 ഇൻറ്റു 2. ഈ 2 അവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇക്വാലിറ്റിയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോയി. ദെൻ അഗെയിൻ n ഇൻറ്റു 198 പ്ലസ് 2 200 മൈനസ് 2n ഈസ് ഈക്വൽ ടു 1800. കണ്ടോ? ഇനി എക്സ്പാൻഡ് ചെയ്യാം. n അകത്തേക്ക് എടുത്ത് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. 200n മൈനസ് 2n സ്ക്വയർ ഈസ് ഈക്വൽ ടു 1800. ഇവിടെ വെച്ച് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തതുപോലെ, കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഒരു ചേഞ്ച് നമ്മൾ വരുത്തിയ എന്താണ്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഫസ്റ്റ് ടേം സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോൾ ഫസ്റ്റ് ടേം നെഗറ്റീവ് വരികയാണെങ്കിൽ അതിനെ പോസിറ്റീവ് ആക്കി എഴുതാൻ ശ്രമിക്കണം. അപ്പൊ ഇതില് -2n സ്ക്വയർ എന്നാണ്. കണ്ടോ? -2n സ്ക്വയർ ദെൻ പ്ലസ് 200n ഈസ് ഈക്വൽ ടു 1800 എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ ഒറിജിനൽ ചോദ്യം ഇതാണ്. -2n സ്ക്വയർ പ്ലസ് 200n ഈസ് ഈക്വൽ ടു 1800. ഇവിടെ ഫസ്റ്റ് ടേം അഥവാ സ്ക്വയർ ടേം, സെക്കൻഡ് ഡിഗ്രി ഉള്ള ടേമിന്റെ കോഎഫിഷ്യന്റ് -2 ആയതുകൊണ്ട് അത് കളയുക, പോസിറ്റീവ് ആക്കാം. അപ്പൊ ഇതെല്ലാം ചേഞ്ച് വരണം. 2n സ്ക്വയർ മൈനസ് 200n ഈസ് ഈക്വൽ ടു -1800. എല്ലാം മൾട്ടിപ്ലൈയിങ് ബൈ നെഗറ്റീവ് ആണ്. എല്ലാത്തിനെയും നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. Then again, if there is a common factor, divide all the terms by that number. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. എല്ലാത്തിനെയും ഡിവൈഡ് ബൈ 2 ചെയ്യണം. അപ്പൊ എന്ത് പറ്റും? ഇത് n സ്ക്വയർ ആവും മൈനസ് ഇത് 100n ആവും ഈസ് ഈക്വൽ ടു -900 എന്ന് വരും. കണ്ടോ? ഇപ്പൊ സെക്കൻഡ് ഡിഗ്രി ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞു. സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ a² പ്ലസ് bx പ്ലസ് c ഈസ് ഈക്വൽ ടു 0, a നോട്ട് ഈക്വൽ ടു 0 എന്നാണ്. നമ്മൾ സീനെ റൈറ്റ് സൈഡിലിട്ട് തന്നെ ഈ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ n സ്ക്വയർ മൈനസ് 100n ഈസ് ഈക്വൽ ടു -100 എന്നുള്ളതില് ഇവിടെ എന്ത് പ്ലസ് ചെയ്യണം? ഇപ്പോൾ ഇത്രയും പ്രോബ്ലം ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് പറയാൻ സാധിക്കും n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ n-ന്റെ കോഎഫിഷ്യന്റ് ആയ n-ന്റെ കൂടെയുള്ള 100ന്റെ ഹാഫ് എത്ര? 50. ഓക്കെ, 50യുടെ സ്ക്വയർ 50 × 50 2500. ഈക്വാലിറ്റിയുടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആകുമെന്നാണ് പറഞ്ഞത്. ഇതെന്തിന്റെ സ്ക്വയർ ആയിപ്പോ? നിങ്ങൾ പറഞ്ഞേ എത്രയുടെ സ്ക്വയർ ആണ്? n ഉണ്ട്, മൈനസ് ആണ്. ദെൻ ഇവിടെ 50 സ്ക്വയർ ആണ് 2500, അതുകൊണ്ട് -50 ആണ് എഴുതേണ്ടത്. a മൈനസ് ബി ഹോൾ സ്ക്വയർ a² മൈനസ് 2ab പ്ലസ് b സ്ക്വയർ ആയിട്ടുണ്ടാകും എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഈസ് ഈക്വൽ ടു -900 പ്ലസ് 2500 എന്ന് പറഞ്ഞാൽ നെഗറ്റീവും പോസിറ്റീവും ആണ്. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം 1600 എന്ന് കിട്ടും. കണ്ടോ? 1600. ഇനി ഇതിനെ റൈറ്റ് സൈഡിലുള്ള 1600നെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? 40യുടെ സ്ക്വയർ ആണ്. അപ്പൊ n-50 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 40 പ്ലസ് ഓർ മൈനസ് അതിന്റെ സ്ക്വയർ. അപ്പൊ നമുക്ക് n-50 ഈസ് ഈക്വൽ ടു ടേക്കിംഗ് സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ് പ്ലസ് ഓർ മൈനസ് 40 എന്നായി. അപ്പൊ രണ്ട് ആൻസർ പ്ലസ് ഓർ മൈനസ് 40 വെച്ച് രണ്ടെണ്ണം കിട്ടും. അത് രണ്ടും നമുക്ക് കാണാനായിട്ട് എന്ത് ചെയ്യുക? n-50 ഈസ് ഈക്വൽ ടു പോസിറ്റീവ് 40 എടുക്കാം, n-50 ഈസ് ഈക്വൽ ടു -40 എടുക്കാം. കണ്ടോ?
n മൈനസ് 50 40 ആണെങ്കിൽ n ഈസ് ഈക്വൽ ടു 40 പ്ലസ് 50 മൈനസ് 50 അങ്ങോട്ട് പോയി n 40 പ്ലസ് 50 90 ആണ്. n മൈനസ് 50 നെഗറ്റീവ് 40 ആണെങ്കിൽ n നെഗറ്റീവ് 40 പ്ലസ് 50 n ഈസ് ഈക്വൽ ടു പോസിറ്റീവ് 10 ഉണ്ടോ. സോ സം ഓഫ് 90 ടേംസ് ഈസ് എത്ര, ദിസ് വൺ 900 ഓർ സം ഓഫ് 10 ടേംസ് ഈസ് 900. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയം ഉണ്ടാവും, ഒരു AP-യിലെ 90 പദങ്ങൾ കൂട്ടിയാലും 900 കിട്ടണം, 10 പദങ്ങൾ കൂട്ടിയാലും 900 കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒന്ന് ക്ലിയർ ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ ആൻസർ 90യും 10ഉമാണ് കേട്ടോ. നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയേ. ഇനി എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, 15 10 5 0 -5 -10 -15 etc. is an AP. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ. കോമൺ ഡിഫറൻസ് -5 വരുന്ന അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ. 15 5 കുറച്ച് 10 10 കുറച്ച് 5 5 കുറച്ച് 0 0 5 കുറച്ച് വരും. ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇതിലെ തുടർച്ചയായ എത്ര പദങ്ങളുടെ തുക 25 ആവും. സം ഓഫ് കൺസിക്യൂട്ടീവ് ടേംസ് ഈസ് 25. ഹൗ മെനി ടേംസ് ഈസ് ടു ബി ആഡഡ് എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാം. ഒന്നില് 15ഉം 10ഉം 2 ടേംസ്. സം ഓഫ് 2 ടേംസ് ഈസ് 25. S2 രണ്ട് പദങ്ങളുടെ തുക 25 ആണ്. ആദ്യത്തെയും രണ്ടാമത്തെയും പദങ്ങളുടെ തുക 25 ആണ്. ഇനിയുണ്ടോ? ഇനിയുണ്ട്. ഏതാണ്? 15ഉം 10ഉം 25 ആണ്. 25 പ്ലസ് 5 30, 30 പ്ലസ് 0 30, 30 മൈനസ് 5 25. കണ്ടോ? അപ്പൊ ഇവിടെ എത്തിയത് ഇത്രയും ടേംസിന്റെ സം ഏതൊക്കെയാണ്? 15ഉം 10ഉം 5ഉം 0യും -5ഉം കൂടെ ആഡ് ചെയ്തപ്പോ എത്ര തന്നെ? 25 തന്നെ കിട്ടി. അതായത് സം ഓഫ് 5 ടേംസ് ഈസ് ഓൾസോ 25. കണ്ടോ? പറഞ്ഞ ആ സംശയം മാറിയോ? 2 പദങ്ങളുടെ തുക കൂട്ടിയാലും 25 ആണ്, 5 പദങ്ങളുടെ തുക കൂട്ടിയാലും 25 ആണ്. ഓക്കെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ചോദ്യം എന്താണ്? എ റോഡ് 28 centimeter ലോങ് ഈസ് ടു ബി ബെൻഡ് ടു മേക്ക് എ റെക്ടാംഗിൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ക്യാൻ എ റെക്ടാംഗിൾ ഓഫ് ഡയഗണൽ 8 centimeter ബി മെയ്ഡ്? ബാക്കി സെയിം ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് എ റോഡ് 28 centimeter ലോങ്, 28 സെന്റിമീറ്റർ നീളമുള്ള അയൺ റോഡ്, ഒരു ഇരുമ്പ് കമ്പിയാണെങ്കിൽ അതിനെ വളച്ച് ഒരു റെക്ടാംഗിൾ ഉണ്ടാക്കി. അപ്പോൾ ഒരു അയൺ റോഡ് അതിനെ വളച്ച് ഒരു റെക്ടാംഗിൾ ആക്കി മാറ്റുമ്പോൾ എന്തെല്ലാം ഈക്വൽ ആയിരിക്കും നിങ്ങൾക്കറിയാം. ഇത് തന്നെയാണ് വളച്ചിതായത്. സോ ലെങ്ത് ഓഫ് റോഡ് ഈസ് ദി പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് പെരിമീറ്റർ ഓഫ് ദി റെക്ടാംഗിൾ. അപ്പോൾ ഈ കമ്പിയെ, ഇരുമ്പ് കമ്പിയെ, 28 centimeter ലെങ്ത് ഉള്ള ഈ ഇരുമ്പ് കമ്പിയെ വളച്ച് റെക്ടാംഗിൾ ആക്കിയപ്പോൾ പെരിമീറ്റർ എത്ര? 28 centimeter തന്നെ. കണ്ടോ? ഈ നീളമാണ് നമ്മളിങ്ങനെ വളച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ പെരിമീറ്റർ 28 ആണ്. ഇനി പെരിമീറ്റർ കാണുന്നത് എങ്ങനെയാ? 2 × L + B ആണ് പെരിമീറ്റർ. 2 × L + B. ഇത് എല്ലും ഇത് ബിയും ആണെങ്കിൽ 2 × L + B ആണ് 28. സോ L + B is equal to 28/2 14. L + B 14. അതിൽ നിന്ന് ലെങ്ത് L തന്നെ ആയിക്കട്ടെ, B എന്നതിന് നമുക്ക് 14 - L എന്ന് പറയാം. എന്തിനാ? നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻ സിംഗിൾ വേരിയബിൾ ആണ്, ഒറ്റ വേരിയബിൾ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലും ബിയും ഇട്ടുകൊണ്ട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എഴുതാൻ ഇവിടെ പറ്റില്ല, എല്ല് മാത്രം. അതിനുവേണ്ടിയാണ് ബിനെ ഇൻ ടേംസ് ഓഫ് എൽ എഴുതി. കണ്ടോ? L + B 14 ആണ് എങ്കിൽ B എത്ര? 14 - L ആയിരിക്കും. അപ്പോൾ ലെങ്ത് L തന്നെ എടുത്തു, ബിനെ നമ്മൾ എന്തെഴുതി? 14 - L എന്നും എഴുതി. ഇനി നമ്മുടെ ചോദ്യം, ഈ ഇങ്ങനെയുള്ള റെക്ടാംഗിളിന്റെ ഡയഗണൽ ഈ ഡയഗണല് എത്രയാകുമോ എന്ന ചോദ്യം. എത്രയാകുമോ എന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്യാൻ എ റെക്ടാംഗിൾ ഓഫ് ഡയഗണൽ 8 centimeter, ഇത് 8 centimeter നീളത്തിൽ വരയ്ക്കാൻ പറ്റുമോ, ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം മനസ്സിലായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ അയൺ റോഡ് 28 centimeter ലെങ്ത് ഉള്ള അയൺ റോഡിനെ നമ്മൾ വളച്ച് റെക്ടാംഗിൾ ആക്കുന്നു. ആ റെക്ടാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ ഡയഗണൽ 8 centimeter ആകാമോ എന്നാണ് ചോദ്യം. അപ്പോൾ ആ റെക്ടാംഗിളിന്റെ ലെങ്ത് L ആണ്, ബ്രെഡ്ത്ത് 14 - L ആണ്, ഡയഗണൽ 8 ആകുമോ? നമുക്ക് ഈ ഇത്രയും ഭാഗം പൈതോറസ് തിയറം ഉപയോഗിച്ച് ചെയ്യാം. ബേസ് സ്ക്വയർ പ്ലസ് ഹോൾട്യൂഡ് സ്ക്വയർ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. L സ്ക്വയർ പ്ലസ് 14 - L ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 8 സ്ക്വയർ. ബേസ് സ്ക്വയർ പ്ലസ് ഹോൾട്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. അതിൽ നിന്ന് L സോൾവ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് നോക്കിയാൽ മതി. Lന് വാല്യൂ ഉണ്ട് എങ്കിൽ നമുക്ക് പെർട്ടിക്കുലർ ആയിട്ട് Lന് ഒരു വാല്യൂ കിട്ടുകയാണെങ്കിൽ വി ക്യാൻ മേക്ക് എ റെക്ടാംഗിൾ ഇൻ ദാറ്റ് മെഷർമെന്റ് എന്നർത്ഥം. അല്ലെങ്കിൽ പറ്റില്ല എന്നർത്ഥം. അപ്പൊ L കിട്ടുമോ ഇല്ലെന്ന് നോക്കിയാൽ മതി. L സ്ക്വയർ പ്ലസ് A - B ഹോൾ സ്ക്വയർ
A minus b whole square, a square, 14 square, 196, minus 2ab, 2 into L into 14, 28L plus L square is equal to 64, 8 square into 64. L square plus L square, 2L square minus 28L is equal to, ഇത് രണ്ടും എഴുതി, L square ഉം L ഉം എഴുതി, is equal to 64 minus 196. 64 minus 196. Then again 2L square minus 28L is equal to 64 196 ൽ നമുക്ക് മൈനസ് ചെയ്യാം. അപ്പോൾ എത്ര വരും? 132. അതായത് 64 മൈനസ് ചെറുതിന്ന് വലുതായതുകൊണ്ട് നെഗറ്റീവ് 132. ഇനി ഇത് കഴിഞ്ഞുള്ള നമ്മുടെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഇത് കഴിഞ്ഞ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ആണ്. അതിനു മുമ്പ് കോമൺ ഫാക്ടർ 2 കൊണ്ട് എല്ലാത്തിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ബൈ 2 ചെയ്യുമ്പോഴേക്ക് L square minus 14L is equal to negative 66 എന്ന് തോന്നുന്നു. negative 66. ഇത് കഴിഞ്ഞുള്ള സ്റ്റെപ്പ് എന്തായിരുന്നു? ഈ 14ന്റെ ഹാഫ് 7. 7ന്റെ സ്ക്വയർ 49 രണ്ട് സൈഡിലും ആഡ് ചെയ്യുന്നു. 49 രണ്ട് സൈഡിലും ആഡ് ചെയ്യുന്നു. അപ്പൊ ഇതെന്താവും? L minus 7 ഹോൾ സ്ക്വയർ എന്നാകും. കണ്ടോ? ഒരുപാട് ചെയ്തു കഴിഞ്ഞു. എല്ലാം സെയിം ആണ്, അതുകൊണ്ട് വിശദീകരിക്കേണ്ട. L minus 7 ഹോൾ സ്ക്വയർ ആണ് ഈ സ്റ്റെപ്പ്. A minus b ഹോൾ സ്ക്വയർ, a സ്ക്വയർ, b സ്ക്വയർ ഇവിടെയുണ്ട്, 2ab നടുക്കുണ്ട്. ഈസിക്കൽ ടു 66 നെഗറ്റീവ് ആണ്, പ്ലസ് 49 എത്രയാണ്? 49 50 17 നെഗറ്റീവ് 17. L minus 7 ഹോൾ സ്ക്വയർ ഈസിക്കൽ ടു നെഗറ്റീവ് 17ഉം ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി എഴുതണം. അതായത് റൂട്ട് നെഗറ്റീവ് 17 അങ്ങനെ വരും അല്ലെ? ഇത്രയും പ്രാവശ്യം ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ്. ഇപ്പൊ 25 എന്നായിരുന്നെങ്കിൽ പ്ലസ് ഓർ മൈനസ് 5 സ്ക്വയർ എന്ന് എഴുതും. പക്ഷേ നെഗറ്റീവ് 17 എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തിനെങ്കിലും സ്ക്വയർ ആക്കി എഴുതാൻ പറ്റുമോ? സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് 17 ഉണ്ടോ? ഇല്ല. കണ്ടോ? അവിടെ വെച്ച് നമുക്ക് ആൻസർ കിട്ടി. എന്താണ്? അങ്ങനെ ഒരു സ്ക്വയർ റൂട്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. വി കനോട്ട് ഫൈൻഡ് എ വാല്യൂ ഫോർ എൽ. സോ വി കനോട്ട് മേക്ക് എ റെക്ടാംഗിൾ വിത്ത് ഡയഗണൽ 8 cm. ഇപ്പോൾ ലാസ്റ്റ് ഇതിന്റെ ഫൈനൽ ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതണം. സോ വി കനോട്ട് മേക്ക് എ റെക്ടാംഗിൾ വിത്ത് ഡയഗണൽ. എത്ര ഡയഗണൽ? ഒന്നാമത്തത് 8 cm. ചോദ്യം ആൻസർ കിട്ടിയല്ലോ. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തു വരുന്നത്. എന്താണ്? ക്യാൻ എ റെക്ടാംഗിൾ ഓഫ് ഡയഗണൽ 10 cm ബി മെയ്ഡ്? ചോദ്യം സെയിം ആണ്. ഇതില് ലെങ്ത് L, ഇത് എത്രയായിരുന്നു? 14 മൈനസ് L ആയിരുന്നു. ഇനി ഡയഗണലില് എത്ര വേണം? 10 വേണമെന്നാണ് പറഞ്ഞത് അല്ലെ? അപ്പൊ നമുക്ക് പൈതഗോറസ് തിയറം തന്നെ എടുക്കാം. L സ്ക്വയർ പ്ലസ് 14 മൈനസ് L ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 10 സ്ക്വയർ. കഴിഞ്ഞ ആൻസർ തന്നെയാട്ടോ. അതുപോലെ തന്നെ പ്ലസ് 196 മൈനസ് 28L പ്ലസ് L സ്ക്വയർ ഈസ് ഈക്വൽ ടു 100. L സ്ക്വയർ പ്ലസ് L സ്ക്വയർ 2L സ്ക്വയർ മൈനസ് 28L ഈസ് ഈക്വൽ ടു 100 മൈനസ് 196. 100 മൈനസ് 196 divided by 2L square minus 28L is equal to negative 96. Then we can divide all the terms by 2. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ L square minus 14L is equal to എത്ര? negative 48 എന്ന് തോന്നുന്നു. കണ്ടോ? negative 48 എന്ന് തോന്നുന്നു. ഇനി ഇവിടെ നെഗറ്റീവ് ആയി എന്ന് വെച്ച് നമ്മൾ അവിടെ വെച്ച് നിർത്തേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് ഇനിയും ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് ഫൈനലായിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. L സ്ക്വയർ മൈനസ് 14L ഈസിക്കൽ ടു നെഗറ്റീവ് 48ന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും 14ന്റെ ഹാഫ് 7ന്റെ സ്ക്വയർ 49 ഇവിടെയും പ്ലസ് ചെയ്യും. എന്തായിരുന്നു പ്ലസ് ചെയ്ത്? 14ന്റെ ഹാഫ് 7ന്റെ സ്ക്വയർ. അപ്പൊ ഇത് L മൈനസ് 7 ഹോൾ സ്ക്വയർ ആയില്ലേ? ഇത് നെഗറ്റീവ് 48 പ്ലസ് 49 പോസിറ്റീവ് അല്ലേ? കണ്ടോ? അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്ലസ് 1 ആണ്, പോസിറ്റീവ് 1 ആണ്. അപ്പൊ L മൈനസ് 7 ഹോൾ സ്ക്വയർ പോസിറ്റീവ് 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ 1ന്റെ സ്ക്വയർ അല്ലേ? പ്ലസോ മൈനസോ? 1ന്റെ സ്ക്വയർ അല്ലേ? കണ്ടോ? അപ്പോ L മൈനസ് 7 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ഹോൾ സ്ക്വയർ. അപ്പൊ എന്തെഴുതാം നമുക്ക്? L minus 7 is equal to positive 1. L minus 7 is equal to negative 1. So L is equal to 1 plus 7 എത്ര? 8 ആകാം. L is equal to negative 1 plus 7. L is equal to negative 1 plus 7 6 ആകാം. കണ്ടോ? അപ്പോ ആ റെക്ടാംഗിളിന്റെ ലെങ്ത് 8ഉം ബ്രെഡ്ത്ത് 14 മൈനസ് 8 6ഉം ആകുമ്പോൾ ഡയഗണലില് 10 ആകും എന്നാണ് പറയുന്നത്. കണ്ടോ? അല്ലെങ്കിൽ ഇവിടെ 6ഉം ഇവിടെ 8ഉം
കണ്ടോ, ഇവിടെ 6ഉം ഇവിടെ 8ഉം ഇവിടെ 10ഉം വന്നാലും റെക്ടാങ്കിൾ ഉണ്ടാക്കാൻ സാധിക്കും. സോ വി ക്യാൻ മേക്ക് എ റെക്ടാങ്കിൾ വിത്ത് ഡയഗണൽ 10 സെന്റിമീറ്റർ എന്നുള്ളതാണ് സെക്കൻഡിന്റെ ആൻസർ. തേർഡ്, ഹൗ അബൌട്ട് എ റെക്ടാങ്കിൾ ഓഫ് ഡയഗണൽ 14 സെന്റിമീറ്റർ എന്നാണ് തേർഡ് ക്വസ്റ്റ്യൻ. അതും ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇതുപോലെ ചെയ്തു വരുമ്പോൾ എന്ത് പറ്റുമെന്ന് നോക്കാം. റെക്ടാങ്കിള് അതിന്റെ ലെങ്ത് ഇത് 14 മൈനസ് എൽ ആണ്. ഡയഗണല് ഹൗ അബൌട്ട് ദ റെക്ടാങ്കിൾ ഓഫ് ഡയഗണൽ 14. ഇതിനെന്ത് സംഭവിക്കും? എൽ സ്ക്വയർ പ്ലസ് 14 മൈനസ് എൽ ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 14 സ്ക്വയർ. എൽ സ്ക്വയർ പ്ലസ് 196 മൈനസ് 28L പ്ലസ് എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു 196. മനസ്സിലാകുന്നുണ്ടല്ലോ, നമ്മുടെ പഴയ ചെയ്തുകൊണ്ടിരുന്നത് തന്നെയാണ് കേട്ടോ. എൽ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ 2L സ്ക്വയർ മൈനസ് 28L ഈസ് ഈക്വൽ ടു 196 മൈനസ് 196. ഇതാണ് അപ്പുറത്തോട്ട് പോയത്. Then 2L square minus 28L is equal to 0 എന്ന് വന്നു കണ്ടോ. 196 minus 196 0. Then next step എന്താണ്? ഡിവൈഡ് ബൈ 2 ചെയ്യാണ്. L square minus എത്ര 14L is equal to 0 എന്ന് വന്നു കണ്ടോ. L square minus 14L is equal to 0. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്തു? L square minus 40L is equal to 0 എന്ന് എഴുതിയിട്ട് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ, കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ആക്കുന്നതിന് വേണ്ടി ഇവിടെ 49 ഇവിടെയും 49 കൊണ്ട് ആഡ് ചെയ്യുന്നു. അപ്പൊ എന്താവും? L മൈനസ് 7 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 49 എന്നത് 7ന്റെ സ്ക്വയർ ആണ്. പ്ലസ് ഓർ മൈനസ് 7 സ്ക്വയർ കണ്ടോ. അപ്പൊ L മൈനസ് 7 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 7 ഹോൾ സ്ക്വയർ എന്നുള്ളതിനെ നമുക്ക് രണ്ടാക്കി എഴുതാം. L മൈനസ് 7 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 7. L മൈനസ് 7 പോസിറ്റീവ് 7 ആകാം, L മൈനസ് 7 നെഗറ്റീവ് 7 ആകാം. സോ L ഈസ് ഈക്വൽ ടു 7 പ്ലസ് 7 കണ്ടോ. 7 പ്ലസ് 7 എത്ര? L 14. ഇവിടെ L മൈനസ് 7 പ്ലസ് 7 L എത്ര? 0 എന്നും വന്നു കണ്ടോ. 14ഉം 0യും വന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യമുള്ളത്, ഇത് നിങ്ങൾക്ക് എന്ത് പറയാം, ഇവിടെ റെക്ടാങ്കിൾ ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ? ഇങ്ങനെ ഈ അളവ് ഉപയോഗിച്ചുകൊണ്ട് റെക്ടാങ്കിൾ ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ? നമ്മുടെ ചോദ്യത്തില് റെക്ടാങ്കിളിന്റെ ലെങ്ത് L ആണെങ്കിൽ ബ്രെഡ്ത്ത് 14 മൈനസ് L എന്നുള്ളതായിരുന്നു കേട്ടോ. L 14 എടുത്താൽ, ലെങ്ത് 14 എടുത്താൽ ബ്രെഡ്ത്ത് 14 മൈനസ് 14 0 ആയിപ്പോയി കേട്ടോ. അപ്പോ ലെങ്ത് 14 എടുക്കാൻ പറ്റില്ല. കാര്യം ലെങ്ത് 14 എടുത്താൽ ബ്രെഡ്ത്ത് 0 ആയി പോകും. അപ്പോൾ ബ്രെഡ്ത്ത് 0 ആയിട്ടുള്ള റെക്ടാങ്കിൾ ഇല്ല. ഇനി ലെങ്ത് 0 എടുത്താലും ഇതേ കണ്ടീഷൻ. ഇത് 0 എടുത്താൽ ഇവിടെ 14 മൈനസ് 0 ആണ്. അപ്പൊ ഇവിടെ ഓൾറെഡി 0 ആയിപ്പോയി, ലെങ്ത് 0 ആയിപ്പോയി. അപ്പോൾ ലെങ്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് 0 ആയി പോകും. ഈ ഇങ്ങനെയുള്ള ഡയഗണലിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, വെക്കണമെന്ന് നിർബന്ധിക്കുകയാണെങ്കിൽ, 14 സെന്റിമീറ്റർ ഡയഗണലിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ലെങ്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് 0 ആയി പോകും. സോ വി കാനോട്ട് മേക്ക് എ റെക്ടാങ്കിൾ വിത്ത് ഡയഗണൽ 14 സെന്റിമീറ്റർ എന്നുള്ളതാണ് അതിന്റെ ആൻസർ. ഇനി കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ റെക്ടാങ്കിൾ ദാറ്റ് ക്യാൻ ബി മെയ്ഡ് എന്നുള്ള സെക്കൻഡ് ആൻസറിൽ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ആ കംപ്ലീറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇതോടെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.